സിദ്ധാർത്ഥിന്റെ കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ സിപിഎമ്മിന്റെയും ഡീനിന്റെയും ഭാഗത്ത് ബോധപൂർവമായ ശ്രമമുണ്ടെന്ന് കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ്. എഫ്ഐആറിൽ തന്നെ ഇതിന് തെളിവുണ്ട്. സിദ്ധാർത്ഥിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസിനെ അറിയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതിന് 2 ദിവസം മുൻപ് ഡീൻ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തെന്ന് റിപ്പോർട്ട് നൽകി. സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ സമയത്ത് വിവസ്ത്രനാക്കിയ അതേ രീതിയിൽ തന്നെയാണ് മൃതദേഹം കാണപ്പെട്ടത്. വിഷയത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നുണ്ടെന്നും മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. സിദ്ധാർത്ഥന്റെ മരണവിവരം ബന്ധുക്കൾ അറിഞ്ഞുവെന്ന് ഡീൻ മനസ്സിലാക്കുന്നത് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ആ പോലീസ് സ്റ്റേഷനിലെ സിദ്ധാർത്ഥന്റെ നാട്ടിൽ നിന്ന് വിവരമറിയിച്ചതനുസരിച്ച് അവിടെ എത്തിയ ആംബുലൻസ് ഡ്രൈവറിൽ നിന്നാണ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഈ മരണവിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന് ഡീൻ മനസ്സിലാക്കി. അങ്ങനെ വരുമ്പോൾ ആ സംഭവം നടക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം 3:30 മണിക്കാണ്. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ആംബുലൻസ് ഡ്രൈവറായ ആളുടെ പ്രതികരണം മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. ഉദ്ദേശം 3:30 മണിയോടുകൂടി ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്ന 1:45 വൈകിട്ട് 4:29 പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചു എന്ന് എഫ്ഐആർ പറയുന്ന സമയത്തിനിടയിൽ ഉദ്ദേശം 3:30 മണിക്ക് തന്നെ ഈ പറയപ്പെട്ട ഡീനും മറ്റു ചില വിദ്യാർത്ഥികളും വൈത്തിരി പോലീസ് സ്റ്റേഷനിലുള്ളതായിട്ട് ആംബുലൻസ് ഡ്രൈവർ സിദ്ധാർത്ഥന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയ ആംബുലൻസ് ഡ്രൈവറുടെ മൊഴിയുണ്ട്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഈ 3:30 മണിക്കോ അതിനു മുമ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല? സ്വാഭാവികമായും ഇങ്ങനെയൊരു എഫ്ഐആർ പോയിട്ട് ഇങ്ങനെയൊരു കേസ് പോയിട്ട് ഇതൊന്നുമില്ലാതെ കേവലം ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ എന്ന നിലയിലേക്ക് ഇത് ഒതുക്കി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം ആദ്യം മുതൽക്ക് ഈ സംഭവം നടന്ന ആ സമയം മുതൽക്കുണ്ടായി. അതിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ചില കൂട്ടുനിൽക്കലുകൾ ഉണ്ടായി. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. എങ്ങനെയാണോ സിദ്ധാർത്ഥൻ മർദ്ദനമേറ്റത്, പോലീസിന്റെ SFI നേതാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ, കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വിവസ്ത്രനായി മർദ്ദിച്ചു എന്നാണ്. അതിഭീകരമായ രീതിയിൽ മർദ്ദിക്കുന്നത് പോലെ വിവസ്ത്രനായി മർദ്ദിച്ച് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അനുസരിച്ച് ഉള്ള ഒരു രീതിയുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് എങ്ങനെയാണോ മർദ്ദനമേറ്റത് സിദ്ധാർത്ഥന്, ഏത് രീതിയിലാണോ ക്യാമ്പസിന്റെ മെൻസ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് SFI നേതാക്കളുടെ പരസ്യ വിചാരണയിൽ കൊല ചെയ്യപ്പെട്ടത്, ഭീകരമായ രീതിയിൽ മർദ്ദനങ്ങളേറ്റത്, അതേ രീതിയിൽ തന്നെ അതേ ശാരീരിക അവസ്ഥയിൽ തന്നെയാണ്, വിവസ്ത്രനായിട്ട് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മൃതദേഹം ഈ മെൻസ് ടോയ്ലറ്റിൽ കാണുന്നത്. സ്വാഭാവികമായും ഏത് സാഹചര്യത്തിലും ഏത് മാനസികാവസ്ഥയിലാണ് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ സ്വന്തം സ്വകാര്യതയെ, സ്വന്തം നഗ്നത ഒഴിവാക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്യും, അതിനുള്ള അത്രയും വൈകൃതമായ ഒരു മാനസികാവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ഇതെല്ലാം മനസ്സിലാക്കാതെ, ആ വശങ്ങളൊന്നും പരിശോധിക്കാതെ പൊതുസമൂഹവും ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് പോകണമെന്നാണ് CPM-ഉം SFI-യും അവരെ ന്യായീകരിച്ച് രംഗത്തെത്തുന്ന പാർട്ടി നേതാക്കളും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും മറ്റൊരു സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട്. സിദ്ധാർത്ഥന്റെ മൃതദേഹം കാണുന്ന മെൻസ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്